നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അട്ടിമറി നടന്നുവെന്ന രാഹുൽ ഗാന്ധിയുടെ ആരോപണം വന്നതിന് പിന്നാലെ നിലപാട് കടുപ്പിച്ച് കോൺഗ്രസ് ദേശീയ നേതൃത്വം രംഗത്ത് വന്നിരിക്കുകയാണ്. രാഹുൽ ഗാന്ധിയുടെ ആരോപണങ്ങൾ വലിയ വാൾ പോലെ തെരഞ്ഞെടുപ്പ് കമ്മീഷന് മേൽ വീഴുമ്പോൾ പ്രതിപക്ഷ പാർട്ടികൾക്കും രാഹുലിനും പിന്നിൽ അണിനിരന്നു കഴിഞ്ഞു. തൊട്ടു പിന്നാലെയാണ് രാഹുൽ ഗാന്ധിക്ക് കത്തയച്ചുകൊണ്ട് സന്ധി സംഭാഷണത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ക്ഷണിച്ചത്. എന്നാൽ ഈ കത്ത് കീറിയെറിഞ്ഞ കോൺഗ്രസ് പാർട്ടി തെരഞ്ഞെടുപ്പ് കമ്മീഷനെ വീണ്ടും പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ്. രാഹുലിന് കത്തയച്ചതിന് പിന്നാലെ മറുപടി മറ്റൊരു കത്തിന്റെ രൂപത്തിലാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ തേടിയെത്തിയിരിക്കുന്നത്. അയച്ചത് കോൺഗ്രസ് ദേശീയ നേതൃത്വം. ഈ കത്ത് കിട്ടിയ തീയതി മുതൽ ഒരാഴ്ചക്കുള്ളിൽ തങ്ങൾ ആവശ്യപ്പെടുന്ന വിവരങ്ങൾ നൽകിയാൽ കൂടിക്കാഴ്ചയെ പറ്റി ആലോചിക്കാം എന്നാണ് കോൺഗ്രസ് നേതൃത്വം അറിയിച്ചിരിക്കുന്നത്. കോൺഗ്രസ് പാർട്ടി തെരഞ്ഞെടുപ്പ് കമ്മീഷന് മുന്നിൽ വച്ചിരിക്കുന്ന ആവശ്യങ്ങൾ കൂടി ഒന്ന് പരിശോധിക്കാം. മഹാരാഷ്ട്രയിലെ വോട്ടർ പട്ടികയുടെ ഡിജിറ്റൽ പകർപ്പും അതിന്റെ ഒറിജിനൽ കോപ്പിയും ഉടൻ തന്നെ അയക്കണം. ഓരോ സ്ഥാനാർത്ഥിക്കും കിട്ടിയ വോട്ടുകളും കമ്മീഷൻ നൽകുന്ന കണക്കുകളും ഒത്തുനോക്കിയാൽ ക്രമക്കേട് വെളിയിൽ വരുമെന്നും കോൺഗ്രസ് പ്രതീക്ഷിക്കുന്നുണ്ട്. മറ്റൊരാവശ്യം മഹാരാഷ്ട്ര, ഹരിയാന സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് ദിവസത്തിലെ വീഡിയോ ദൃശ്യങ്ങളാണ്. അട്ടിമറി നടന്നിട്ടുണ്ടോ എന്നും ആരെങ്കിലും അമിത അധികാരം ഉപയോഗിച്ച കമ്മീഷൻ ഉദ്യോഗസ്ഥരുടെ കണ്ണ് കെട്ടിയോ എന്നും ഇതുവഴി ഒത്തുനോക്കുവാൻ സാധിക്കും. ഇത് വളരെ കാലമായി ഉന്നയിക്കുന്ന ഒരു ആവശ്യമാണെന്നും കോൺഗ്രസ് കമ്മീഷനെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഇത് പാലിക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന് എളുപ്പമായിരിക്കുമെന്നും ഈ പറഞ്ഞ കാര്യങ്ങൾ സമയബന്ധിതമായിട്ട് പൂർത്തിയാക്കുന്ന മുറയ്ക്ക് രാഹുൽ ഗാന്ധിയും മറ്റ് പ്രതിപക്ഷ നേതാക്കളുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് അവസരമൊരുക്കാമെന്നും കോൺഗ്രസ് മറ്റൊരു കത്തിലൂടെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ഓർമ്മിപ്പിക്കുകയാണ്. രാഹുൽ ഗാന്ധി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മുന്നിൽ വെച്ച ആരോപണങ്ങളിൽ കഴമ്പുണ്ട് എന്ന അന്വേഷണത്തിൽ ബോധ്യമായതിന് പിന്നാലെയാണ് ഒരു അനുരഞ്ജന ചർച്ചയ്ക്ക് കളം ഒരുക്കിയത്. അതിൽ ചില ആരോപണങ്ങൾ ഈ രീതിയിലാണ്. മഹാരാഷ്ട്രയിൽ ഏകദേശം 1,00,000 പോളിംഗ് ബൂത്തുകളുണ്ട്. എന്നാൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP മോശം പ്രകടനം കാഴ്ചവെച്ച 85 മണ്ഡലങ്ങളിലെ ഏകദേശം 12,000 ബൂത്തുകളിൽ മാത്രമാണ് അധികമായി ചേർന്ന വോട്ടർമാരിൽ ഭൂരിഭാഗവും വോട്ട് ചെയ്തത്. അതായത് വൈകുന്നേരം 5 മണിക്ക് ശേഷം ഓരോ ബൂത്തിലെയും ശരാശരി 600-ലധികം വോട്ടർമാരെത്തി. ഓരോ വോട്ടർക്കും വോട്ട് ചെയ്യാൻ 1 മിനിറ്റ് കണക്കാക്കിയാൽ പോലും വോട്ടെടുപ്പ് 10 മണിക്കൂർ നീട്ടേണ്ടി വരും. ഇത് സംഭവിക്കാത്തത് കൊണ്ട് തന്നെ ഈ അധിക വോട്ടുകൾ എങ്ങനെയാണ് രേഖപ്പെടുത്തിയതെന്ന ചോദ്യം ഉയർത്തി തന്നെ രാഹുൽ ഗാന്ധി ചോദിക്കുന്നുണ്ട്. ഈ 85 സീറ്റുകൾ ഭൂരിഭാഗവും NDA നേടിയത് എങ്ങനെയാണെന്നും പ്രത്യേകം പറയേണ്ട കാര്യമില്ലല്ലോ എന്നും രാഹുൽ ഗാന്ധി കുറിക്കുന്നുണ്ട്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വോട്ടർമാരുടെ എണ്ണത്തിലുണ്ടായ കുത്തനെയുള്ള വർധന യുവാക്കളുടെ പങ്കാളിത്തം എന്ന് വിശേഷിപ്പിച്ചും രാഹുൽ പൊളിച്ചടക്കുന്നുണ്ട്. ബാക്കി 88,000 ബൂത്തുകളിൽ ഇത് മാഞ്ഞു പോയോ എന്നതാണ് പ്രതിപക്ഷ നേതാവിന്റെ ചോദ്യം. കാംതി എന്ന മണ്ഡലം പ്രത്യേകമായി എടുത്താണ് രാഹുൽ ഗാന്ധി പഠനം നടത്തിയത്. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് കാംതിയിൽ മാത്രം 1.36 ലക്ഷം വോട്ട് ലഭിച്ചപ്പോൾ BJPക്ക് 1.19 ലക്ഷം വോട്ടാണ് ലഭിച്ചത്. 2024 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് 1.34 ലക്ഷം വോട്ട് ലഭിച്ചു. ഇത് മുൻ പ്രകടനത്തിന് ഏതാണ്ട് സമാനമായ സംഖ്യയാണ്. എന്നാൽ 56,000 വോട്ടുകൾ അധികം നേടിയ BJPയുടെ വോട്ടുകൾ 1.75 ലക്ഷമായി ഉയർന്നു. ഇത് 2 തെരഞ്ഞെടുപ്പുകൾക്കിടയിലും കാംതിയിൽ പുതിയതായി ചേർത്ത 35,000 വോട്ടർമാരുടെ കൂട്ടത്തിൽ നിന്നും ആണ് ഈ കുതിച്ചുചാട്ടം വന്നത്. ഇതാണ് രാഹുൽ ഗാന്ധിയിൽ സംശയമുണ്ടാക്കിയ പ്രധാന ഘടകം. ഈ കണക്കുകൾ നോക്കുന്ന ആരിലും ഇത് സംശയമുണ്ടാക്കും എന്നതിൽ തർക്കമേയില്ല. ഇതോടെയാണ് രാഹുൽ ഗാന്ധിയുമായിട്ട് ഒരു അനുരഞ്ജനമാകാമെന്ന തീരുമാനത്തിൽ കമ്മീഷനും എത്തിയത്.